MK രാഘവൻ MP ചെയർമാനായ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മാടായി കോളേജിലെ നിയമനത്തിന് കോഴ വാങ്ങിയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. 10 ലക്ഷം അഭിമുഖ സമയത്തും 5 ലക്ഷം ജോലി ലഭിച്ചതിന് ശേഷവുമാണ് വാങ്ങുന്നത്. കോഴ വാങ്ങുന്നതിനെക്കുറിച്ച് പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് പരാതി നൽകിയിരുന്നു എന്നും TV നിതീഷ് പറഞ്ഞു. ശനിയാഴ്ച നടന്ന ഇന്റർവ്യൂവിൽ രണ്ടാമത് ഇന്റർവ്യൂ ചെയ്തത് തന്നെയാണ്. അതേസമയം തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള സർക്കാർ പ്രതിനിധിക്ക് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MPയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരട്ടി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പിയാണിത്. അതേസമയം ആരോപണങ്ങൾ തള്ളി MK രാഘവൻ MP രംഗത്തെത്തി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നിയമനം നൽകിയതെന്നും രാഷ്ട്രീയം നോക്കി നിയമനം സാധ്യമല്ല എന്നും രാഘവൻ വിശദീകരിച്ചു. ആദ്യം ബ്ലൈൻഡാ പരിഗണിക്കുന്നുണ്ട്, ഇല്ല, ഇന്റർവ്യൂവിൽ ഒന്നില്ല. പിന്നെ വരുന്നത് ഡെഫ് ആൻഡ് ഡംബാണ്. 80% കേൾവിക്കുറവുള്ള ഒരാളാണ് പിന്നെ സ്വാഭാവികമായും അയാൾക്കേ കൊടുത്തുള്ളൂ. കാരണം ഗവൺമെൻറ് നോംസ് അനുസരിച്ചും സുപ്രീം കോടതി ഡയറക്ഷൻ അനുസരിച്ചും അത്രമാത്രമേ ചെയ്യാൻ പറ്റൂ. അതേസമയം മാടായി കോളേജ് ഭരണസമിതി അംഗങ്ങളെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. CPM നേതാക്കൾക്ക് നിയമനം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കഴിഞ്ഞ ദിവസം കോളേജിൽ MK രാഘവനെ തടഞ്ഞ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.